നമ്മളുടെ ഇക്വേഷൻ നമ്പർ 4 കണ്ടു. അതായത് മാക്സ്വെൽസ് ഇക്വേഷനെ സ്കെയിലാർ പൊട്ടൻഷ്യലിന്റെയും വെക്ടർ പൊട്ടൻഷ്യലിന്റെയും ടേമിലെടുത്തു. ഇനി കൂളോം ഗേജ് എന്ന് പറഞ്ഞാലും ലോറൻസ് ഗേജ് എന്ന് പറഞ്ഞാലും നമ്മൾ രണ്ട് കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്യുക. ഈ സ്കെയിലാർ പൊട്ടൻഷ്യന് അല്ലെ വെക്ടർ പൊട്ടൻഷ്യൽ. എന്നിട്ട് നമ്മൾ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്തതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമാണോ, അതായത് ആ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കണം. മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മളിപ്പം മോഡിഫൈ ചെയ്ത് സ്കെയിലാർ വെക്ടർ പൊട്ടൻഷ്യൽ അവസാനം എഴുതി നിൽക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ ഒരു ഉത്തരമായിട്ടില്ല. നമുക്ക് ഇതിന്റെ ലക്ഷ്യം ഇതാണ്. വി വാണ്ട് ടു സോൾവ് the Maxwell's or modified Maxwell's equations in terms of V and A. We want to solve this equation in terms of scalar potential and vector potential. For this, Coulomb suggests one method, Lorentz suggests one method. In Coulomb gauge, he assumed, or just we take it as del dot A equal to 0. ഇതാണ് നമ്മൾ കൂളോം ഗേജിൽ എടുക്കുന്ന അപ്രോക്സിമേഷൻ. എന്നായിട്ട് ശ്രദ്ധിച്ചോണം, ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ദ വെക്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. എനിക്ക് തോന്നുന്നു നമ്മൾ 5A അവസാനം നിൽക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ ശ്രുതി? സോ ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് 5B. നൗ കൺസിഡർ ഇക്വേഷൻ നമ്പർ 3. അർത്ഥന ഇക്വേഷൻ 3 ഏതാണ്? ഇക്വേഷൻ 3 del square V plus dou by dou T of del dot A is equal to minus rho by epsilon. ശരിയല്ലേ? സോ ഇതിനകത്ത് del dot A 0 ആയി കഴിഞ്ഞാൽ എത്രയാകും? del square V is equal to minus rho by epsilon 0. കേട്ടിട്ടുണ്ടോ ഈ ഇക്വേഷൻ എവിടെയെങ്കിലും? del square V equal to minus rho by epsilon 0 കേട്ടിട്ടില്ല? This is called the Poisson's equation. ഇനി ഇപ്പൊ നമുക്ക് V കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് സോൾവ് ചെയ്യണം. ഏതിനെ? del square V-നെ സോൾവ് ചെയ്യണം. സോ ടു ഫൈൻഡ് ഔട്ട് V നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. കൺസിഡർ എനി പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി. കൺസിഡർ എനി പോയിന്റ്, എനി ഫീൽഡ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു പോയിന്റ് ഉണ്ട്. എനി ഫീൽഡ് പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി, then V is equal to 0. Then we can write it as the V of RT, that is equal to V is equal to electrostatics which 1 by 4 pi epsilon 0 Q by R വരും. ഇപ്പൊ ഇന്റഗ്രലിനകത്ത് വരുവാണെങ്കിൽ 1 by 4 pi epsilon 0 ഇന്റഗ്രൽ Q by R square. That means 1 by 4 pi epsilon 0 ഇന്റഗ്രൽ റോ ഇൻറ്റു d2 എടുത്താൽ ചാർജ് ആയിക്കോളും, Q ആയിക്കോളും. റോ ഓഫ് R dash T by R square into d2. Let's consider as it is equation number 6A. then ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത് എന്ന് പറയുന്നത് V equal to 1 by 4 pi epsilon 0 Q by R തന്നെ. Qന് വരെ എന്നാണ്? വോളിയം ചാർജ് ഡെൻസിറ്റി ഇൻറ്റു എലമെന്റൽ ഏരിയ. ഇവിടെ R ഡാഷ് R എനിക്ക് തോന്നുന്നു ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നേരത്തെ ഒരു ഫിഗർ നമ്മൾ വരച്ചിരുന്നു. എന്നാലും ഇപ്പൊ കയ്യിലുണ്ടാവും, ഓർമ്മയുണ്ടാകും എന്ന് നിർബന്ധമില്ല. ഒന്നുകൂടെ വരച്ചേക്കാം. നമ്മൾ 3 ആക്സിസ് കൺസിഡർ ചെയ്തു. നമ്മളുടെ XYZ പ്ലെയിൻസ്. നമ്മൾ പറയുവാണ് നമ്മളുടെ ഈ XY പ്ലെയിനിൽ ഒരു ഫീൽഡ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു റീജിയൻ ഓഫ് ഫീൽഡ് ഇരിക്കുകയാണ്. അവിടെ നമ്മൾ D ടോ
വോളിയം എലമെന്റ് ഉള്ള വളരെ ചെറിയ ഒരു പോർഷൻ കൺസിഡർ ചെയ്യും, ഡീറ്റോ. അവിടുത്തെ ചാർജ് ഡെൻസിറ്റി ആണ് റോ. അങ്ങനെയെങ്കിൽ റോ ഓഫ് ആർ ഡാഷ് T1 അല്ലെ. അപ്പൊ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആർ ഡാഷ് ഈസ് ദ വെക്ടർ ഫ്രം ദ ഒറിജിൻ ടു ദാറ്റ്. ഇതാണ് നമ്മളുടെ ആർ ഡാഷ്. നമ്മൾ ഇതൊന്ന് വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് ആർ ഡാഷ്. ഇനി നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, നമ്മൾക്ക് ഏതൊരു പോയിന്റിലെയാണോ സ്കെയിലാർ ഫീൽഡ് അല്ലെ വെക്ടർ ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്, അതിനെ നമ്മൾ ഫീൽഡ് പോയിന്റ് എന്ന് വിളിച്ചു. Let's consider here P is the field point at which we want to find out the V and A. Then we can draw a vector from the origin to this point. Let it draw it as vector R. അതാണ് നമ്മളുടെ വെക്ടർ R. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും യോജിപ്പിക്കുന്ന വെക്ടർ ആയിരുന്നു വെക്ടർ R. ഓരോ നോക്കിക്കോണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാം, ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു, ദാറ്റ് മീൻസ് ആർ സ്ക്വയർ, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എവിടെയാണ്? വി ഓഫ് ആർ. ഈ ഒരു പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക അല്ലെ, സ്കെയിലാർ പൊട്ടൻഷ്യൽ വെക്ടർ പൊട്ടൻഷ്യൽ. അപ്പം ആ വെക്ടർ വന്നു. ചാർജിലേക്കുള്ള ദൂരം ഏതാണ്? ആർ ഡാഷ് അറ്റ് എനി ടൈം. ക്ലിയർ ആണോ ഫിഗർ? ലിജിന ആർ ഡാഷ് ഈ ആർ രണ്ടും രണ്ടാണ്. ഈ ആർ എന്ന് പറയുന്നത് ഫീൽഡ് പോയിന്റിലേക്കുള്ള ദൂരം. ഇത് നമ്മൾ കൺസിഡർ ചെയ്ത ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡീറ്റോ വോളിയത്തിൽ ഇരിക്കുന്ന ചാർജ് ഡെൻസിറ്റി ഇരിക്കുന്ന പോയിന്റിലേക്കുള്ള വെക്ടർ ആർ ഡാഷ്. ആറും ആർ ഡാഷ് തമ്മിലുള്ള സെപ്പറേഷനെ ഈ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ വി ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു 1/4πε0 ഇന്റഗ്രൽ റോ ഡീറ്റോ ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണോ? ചോദിച്ചു. ഈ സെയിം ഇക്വേഷൻ നമ്മൾ ആർബിട്രറി സോഴ്സിന്റെ ഡെറിവേഷൻ എഴുതിയപ്പോ അവിടെ ആർ എന്നല്ലേ എഴുതിയുള്ളൂ. ഇവിടെ എന്താ ആർ സ്ക്വയർ വന്ന്? രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ, പക്ഷെ രണ്ടിടത്ത് രണ്ട്. ഒരു സെക്കൻഡ്. 1/r² എന്ന് പറഞ്ഞാൽ r⁻². ഇന്റഗ്രൽ ഓഫ് r⁻² എത്രയാവും? r⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1. അപ്പൊ എത്രയായി? -1/r ആയി. അപ്പം ഇവിടെ ഒരു -1/r എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇന്റഗ്രേഷന് പുറത്തില്ല. അതാ ഞാൻ ചോദിച്ചത്, അവിടെ ഇന്റഗ്രേഷന് പുറത്ത് ആർ ഇടണായിരുന്നു ശരിക്കും. അല്ലെങ്കിൽ -1/4πε0 1/r എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഇവിടെ അകത്ത് ആർ കൊടുക്കാം. 1/4πε0 ഇന്റഗ്രൽ റോ ആർ ഡാഷ് ടി ഡീറ്റോ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ അല്ലേ? ഇന്റഗ്രൽ ആർ സ്ക്വയറിന് പകരമല്ലേ -1/r എന്ന് എഴുതാന്ന് പറഞ്ഞ പുറത്ത്? അത് ഞാൻ ഇവിടെ എഴുതി. അതിന് പകരം ഞാൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തിരിച്ചെഴുതിയെന്നുള്ളൂ. ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതിയാൽ മതി. ബോത്ത് ആർ റൈറ്റ്, തെറ്റൊന്നുമില്ല. ഇതിനെ എടുത്ത് പുറത്ത് 1/r എന്ന് വെച്ച് കൊടുക്കുന്നു. -1/r എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതണ്ട, ഈ ഇക്വേഷൻ എഴുതിക്കണം. പിന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ജസ്റ്റ് ലീവ് ദിസ് ഇക്വേഷൻ. We can write it as എഴുതി തരാം. That is equal to V of RT. We can find out the potential. That is equal to -1/4πε0 1/r integral rho of r dash t deta. That is 6 here. ഇനി കൺസിഡർ ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയാവോ? ഇക്വേഷൻ നമ്പർ 4 പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ മാറില്ലേ? 4, 4a അങ്ങനെ എല്ലാം നമ്മൾ പല പല ഇക്വേഷൻസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 4 വായിച്ചേ കിട്ടിയിരിക്കുന്നത് del square a minus mu 0 epsilon 0 dou square a by dou t square minus del of
mu 0 epsilon 0 dou v by dou t. Epsilon 0 dou v dou by by dou dou t equal to minus mu 0 j. അതായത് that is the modified Maxwell's equation അല്ലേ. മാക്സ്വെല്ലിന്റെ എല്ലാ ടേമുകളും അതിനകത്ത് വരും. സ്കെയിലാർ ഫീൽഡിന്റെയും വെക്ടർ ഫീൽഡിന്റെയും ടേമിൽ മാക്സ്വെൽ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. ഇതിനകത്ത് ഇനി എന്നാ ചെയ്യാൻ പറ്റും? നമ്മൾ ഇവിടെ എന്നാ എഴുതിയത്? അദ്ദേഹത്തിന്റെ പേര് കൂളോം ഗേജ് നമ്മൾ എന്നാ എടുത്തത്? ഡെൽ ഡോട്ട് എ 0 എന്നല്ലേ ആദ്യം പറഞ്ഞു തുടങ്ങി. ഇവിടെ എന്നാ പറ്റും? ഈ ടേം എന്നാവും? 0. സോ ഡെൽ സ്ക്വയർ എ മൈനസ് mu 0 epsilon 0 dou square a by dou t square equal to, ഞാൻ ഈ ഒരു ടേമിനെ മൈനസ് അപ്പുറത്തോട്ട് കൊണ്ടുപോകണേ. അപ്പൊ അത് പ്ലസ് ആവും. ഇതിന് ഇവിടെ തന്നെ നിർത്തി. അപ്പം മൈനസ് mu 0 j മൈനസ് അങ്ങ് പോയി പ്ലസ് ആയി mu 0 epsilon 0 del of dou v by dou t. That is equation 6. ശരിയാണല്ലോ അല്ലേ ഇക്വേഷൻ? ഡെൽ സ്ക്വയർ എയില് by Coulomb gauge we can consider del dot a is equal to 0. then ഈ ടേം മുഴുവൻ 0 ആയി. ഈ ഒരു ടേമേ ഉള്ളൂ. ഈ ഒരു ടേമിനെ ഞാൻ അപ്പുറത്തോട്ടൊന്ന് റീറൈറ്റ് എഴുതി. ഇത്രയും വരെ നമ്മൾ ചെയ്യുന്നുള്ളത്. ഇനി പറയുവാണ്, ദിസ് ഇക്വേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്. നോക്ക്, ഡെൽ സ്ക്വയർ സെക്കൻഡ് ഓർഡർ ഈ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വളരെ പാടാണ്. സോ പക്ഷെ ഇവിടെ ഒരു എളുപ്പമാർഗമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് സെന്റൻസ് ഈ പിന്നെ കൂളോം ഗേജിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാം. ദ സ്കെയിലർ പൊട്ടൻഷ്യൽ എ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്. വെക്ടർ പൊട്ടൻഷ്യൽ, സോറി ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടായിരിക്കും അല്ലേ. വെക്ടർ പൊട്ടൻഷ്യൽ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്, ബട്ട് വി ക്യാൻ സോൾവ് വി. ഏത്? ദാറ്റ് ഈസ് ബൈ യൂസിങ് ഈ വി. നമുക്ക് നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസ് പറഞ്ഞ പോലെ സോൾവ് ചെയ്യും. സോ ബൈ യൂസിങ് 6a we can calculate the scalar potential or v. But the second order differential equation 6b, due to that it is a second order differential equation, it is very difficult to solve. That is a disadvantage of the Coulomb gauge. അപ്പം നമ്മളുടെ മാക്സ്വെൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു അസംഷൻ നടത്തി. ഡെൽ ഡോട്ട് എ 0 എന്ന്. ആ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഡെൽ ഡോട്ട് എ 0 ആന്ന് കൂളോം അസ്യൂം ചെയ്തു. അതാണ് കൂളോം ഗേജ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് ആ ഇക്വേഷൻ ഇന്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ വന്നപ്പോൾ എന്നാ പറ്റി? ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ വിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് ദ വെക്ടർ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ. ഈ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനാണ് അടുത്തത് ലോറൻസ് ഗേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ കൂളോം ഗേജ് ഉപയോഗിച്ച് വി പെട്ടെന്ന് കണ്ടുപിടിക്കാം, പക്ഷെ എ ഈസ് ഡിഫിക്കൽട്ട്. അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് ലോറൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ഇക്വേഷനെ ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 പകരം ലോറൻസ് ഗേജ് അദ്ദേഹം പറഞ്ഞു ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൂളോം പറഞ്ഞതിനെ അദ്ദേഹം ഡെൽ ഡോട്ട് എ ഈക്വൽ ടു മൈനസ് mu 0 epsilon 0 dou v by dou t എന്ന് റീറൈറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9 എത്രയായിരുന്നു? 6b ആയിരുന്നു അല്ലേ? 6c നില ഡെൽ ഡോട്ട് എക്ക് വരെ എന്നെ എടുത്തു മൈനസ് mu 0 epsilon 0 dou v by dou t. Now we can substitute in equation number 3 and 4. മുമ്പ് ചെയ്ത പോലെ 3ലും 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വിയും എയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തേ. മൂന്നാമത്തെ ഇക്വേഷൻ എന്നാ? ഡെൽ സ്ക്വയർ വി പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് എ ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0.
del square v plus dou by dou t of minus mu 0 epsilon 0 dou v by dou t is equal to minus rho by epsilon 0. Rewrite ചെയ്യാം. That is equal to del square v minus mu 0 epsilon 0 dou square v by dou t square is equal to minus rho by epsilon 0. That is equation number 7. Equation number 4. Equation number 4 is del square a minus mu 0 epsilon 0 dou square a by dou t square minus del into del dot പറയാൻ പറ്റും mu 0 epsilon 0 dou v by dou t plus mu 0 epsilon 0 dou v by dou t equal to minus mu 0 j. ശരിയല്ലേ? ഇപ്പൊ നോക്കിയേ, ഈ ഒരു ടേമിനെ നെഗറ്റീവ് അകത്തോട്ട് ഗുണിച്ചാലും ഇത് നെഗറ്റീവ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി, ദിസ് പോസിറ്റീവ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി, ബോത്ത് ആർ ക്യാൻസലിംഗ് ഓർ ദിസ് ബിക്കം 0. Then the only remaining term is that del square a minus mu 0 epsilon 0 dou square a by dou t square is equal to minus mu 0 j. That is equation number 8. നമ്മളുടെ ഇക്വേഷൻ 7 വിട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ പറയാം. ഇക്വേഷൻ 7 ആണ്. ഇക്വേഷൻ 7 എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഡെൽ സ്ക്വയർ വി മൈനസ് mu 0 epsilon 0 dou square v by dou t square is equal to minus rho by epsilon 0 and vector potential del square a minus mu 0 epsilon 0 dou square a by dou t square equal to minus mu 0. ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയായി? ആക്ച്വലി ഈ ഒരു പോയിന്റ് ആണ് ഈ ഇക്വേഷന്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ലോറൻസ് ഗേജിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റേതിന് ഓവർ അഡ്വാൻറ്റേജ് എന്നാന്ന് വേണം ചോദിക്കുക. ഷോർട്ട് ആൻസർ പോലെ രണ്ടും ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ബോത്ത് ഇക്വേഷൻ ഹാസ് സെയിം സ്റ്റാറ്റസ് അല്ലേ? ഒരേ രീതിയിൽ ഒരെണ്ണം സോൾവ് ചെയ്താൽ റോയ്ക്ക് പകരം ഇവിടെ mu 0 എന്ന് വരും, സോറി റോയ്ക്ക് പകരം ജെ എന്ന് പറയും, 1/epsilon 0 പകരം mu 0 എന്ന്. So the both equations are in same status and we can solve both equation by same method of approach. ഒരേ രീതിയിൽ നമുക്ക് രണ്ടിനെയും സോൾവ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നോക്കൂ, ഇനിയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിന്ന് ഇപ്പൊ നോക്കിയാൽ ഈ എനെ അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ, അല്ലെ വിനെ കോമൺ ആയിട്ട് എടുത്താൽ, ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ സ്ക്വയർ മൈനസ് mu 0 epsilon 0 dou square by dou t square ഓഫ് വി. രണ്ടാമത്തതിലോ ഡെൽ സ്ക്വയർ മൈനസ് mu 0 epsilon 0 dou square by dou t square ഓഫ് എ. That is equal to minus mu 0 j. Here that is equal to minus rho by epsilon. ഇവിടെ കണ്ടോ, രണ്ടിന്റെയും ഈ ഒരു ടേം സെയിം അല്ലേ? ഡെൽ സ്ക്വയർ മൈനസ് mu 0 epsilon 0 dou square by dou t square. This operator del എന്ന് പറഞ്ഞാൽ എന്നാ? I into dou by dou x അല്ലേ, പ്ലസ് j into dou by dou y. ഇതൊരു ഓപ്പറേറ്റർ ആണ്, ഡെൽ ഓപ്പറേറ്റർ. ഡോ ബൈ ഡോ ടിയുടെ സെക്കൻഡ് സ്ക്വയർ. ഈ ഓപ്പറേറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി അലംബേഷ്യൻ ഓപ്പറേറ്റർ, ഓർ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ സ്ക്വയർ. ഇതാണ് ഡി അലംബേഷ്യൻ ഓപ്പറേറ്റർ. സ്മോൾ ഡി അലംബേഷ്യൻ, ഡി അലംബേഷ്യൻ പ്രിൻസിപ്പിൾ ഒക്കെ പിന്നെ അടുത്ത വർഷമൊക്കെ പഠിക്കും. ഡി അലംബേഷ്യൻ ഓപ്പറേറ്റർ എന്നാന്ന് പറയത്തില്ലായിരിക്കില്ലേ? ഡെൽ സ്ക്വയർ നമ്മൾ
ക്യാപിറ്റൽ ഡെൽ എന്നൊക്കെ ചിലപ്പം വിളിക്കും. ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു del square of de-elongation operator is equal to del square minus mu 0 epsilon 0 dou square by dou t square. So by using Lorentz gauge, ഇതെങ്ങനെയാവും? del square of v equal to minus rho by epsilon 0, del square of a equal to minus mu 0. That is equation number 9. This is equation number 8. This is equation number 7. Now, this de-elongation operator, this is the generalization of the Lorentz gauge. Or delta എന്ന് പറഞ്ഞാൽ actually the de-elongation operator is valid in 4-dimension space. 4 dimension നമ്മളിപ്പോൾ x, y, z പ്ലസ് ടൈമും കൂടെ ഉണ്ടെന്ന് വെക്കുക. നമ്മൾ ഇനി അങ്ങ് പോവുക. അടുത്ത ചാപ്റ്ററിന്റെ ഹെഡിങ് റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോഡൈനാമിക്സ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം അല്ലേ. റിലേറ്റീവ് ടു അനദർ. നമ്മൾ പറയും നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ട്രെയിനിന്റെ വേഗത ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മാറും, ഇങ്ങനെ മാറും വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓർ ടി മാറി ടി ഡാഷ് ആകുമ്പോൾ എവിടെയെന്ന് ഇരിക്കണം. അപ്പൊ നമ്മൾ ഇനി ഡിഫറൻഷിയേറ്റ്, ഇനി നമുക്ക് എല്ലായിടത്തും നമുക്ക് വേണ്ട 3D സ്പേസിൽ നിന്ന് നമ്മൾ 4D സ്പേസിലേക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് de-elongation principle. So we can conclude here the Lorentz gauge, നമ്മളെ കണ്ടീഷൻ കൊടുത്ത് കിട്ടിയ ഇക്വേഷൻ, ഫൈനലി the 7 and 8 or ഈ ഇക്വേഷൻ 9 ഒരുമിച്ച് പറയും. This equation is evident that the same, okay, the V and A are satisfying same or same inhomogeneous wave equation by Lorentz. Lorentz gauge ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷനോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് Lorentz gauge. രണ്ടും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്ത് കഴിഞ്ഞ് വിനെയും എയിനെയും we can find out V and A in terms of inhomogeneous wave equation. That is the advantage of Lorentz gauge. അവിടെ ചെയ്തപ്പം V കിട്ടുമായിരുന്നു, എയിലോട്ട് വന്നപ്പം ഡിഫിക്കൽറ്റി ആയി. ഇവിടെ വിയും ചെയ്യും. ആദ്യം ഒന്നും മാറ്റിയില്ല. ഡെൽ ഡോട്ട് എക്ക് പകരം ഇദ്ദേഹം എടുത്തത് ഡെൽ ഡോട്ട് എ ഈക്വൽ ടു മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി കൊടുത്തു. ചെയ്ത് വന്നപ്പോൾ അവസാനം രണ്ടും ഒരേ ഫോമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ഗുണവും കൂടെ ഉണ്ടായിരുന്നു. 3D ക്വാണ്ടിറ്റി, 3D സ്പേസിൽ നിന്ന് നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്കൽ വേരിയബിളിനെ 4D ക്വാണ്ടിറ്റി അല്ലെ 4D സ്പേസിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. ആൻഡ് ഓൾസോ അതിന്റെ സൊല്യൂഷൻ we can find out the value of V and A in terms of wave equation. നമ്മൾ സാധാരണ ഡിസ്ക്രൈബ് ചെയ്യുന്ന A equal to e raised to something, y equal to a e raised to I kx minus omega t എന്ന് പറയുന്ന പോലെയുള്ള വേവ് ഇക്വേഷന്റെ ടേമിലേക്ക് നമുക്ക് വിനെയും എയിനെയും വേവ് ഇക്വേഷൻ ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് ലോറൻസ്. ആ ഇക്വേഷൻ നമ്പർ പറഞ്ഞ് മോഡിഫൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 6A ആണോ? 6A ആണ്. 6A V of RT is equal to V of RT എന്ന് പറയുമ്പം R അല്ലേ? ഇവിടെ ഇരിക്കുന്നതിലേക്കുള്ള ഡിസ്റ്റൻസ് R ആയിട്ടാണ് വരച്ചത്. എങ്ങനെയാ വരച്ചത് ഓർക്കുന്നുണ്ടോ? ഇത് R അല്ലായിരുന്നോ? ഫിഗർ ഓർക്കുന്നുണ്ടോ? അത് R ഡാഷ് ആണ്. ഇത് R ഡാഷ്. ചാർജിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? R ഡാഷ്. പോയിന്റിലോട്ടുള്ളത് ഇവിടെ എടുത്ത ഫീൽഡ് പോയിന്റിലോട്ടുള്ളത് R, ഇത് വെക്ടർ അല്ലേ? V of R T is equal to 1 by 4 pi epsilon 0 integral rho of with respect to that elemental area detoid അവിടെ വരുമ്പം rho of
r dash rho of r dash t d tau divided by within that limit r. That is equation number 6. ഒന്ന് റീറൈറ്റ് ചെയ്യണം കേട്ടോ.